സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇഡിയംസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന എം ഉപയോഗിച്ചുള്ള ഇഡിയംസ് ആണ്. നമ്മൾ IELTS പോലുള്ള മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇഡിയംസ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഭാഷാ പ്രയോഗങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. അതുമായിട്ട് മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാത്തത് കൊണ്ട് അവസരം നഷ്ടപ്പെടുക നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണം, യു വിൽ മിസ് ദ ബോട്ട് ഇഫ് യു ഡോണ്ട് അപ്ലൈ ഫോർ ദിസ് ജോബ് നൗ. ഓക്കെ, ഇപ്പോഴും നീ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിനക്ക് അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. മറ്റുദാഹരണം, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ ബോട്ട് യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഇൻ ആൻ അർജൻറ്റ് ബേസിസ്. ഓക്കെ, നിങ്ങൾ അവസരം നഷ്ടപ്പെടരുത് എന്നുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും IELTS പോലുള്ള എക്സാമൊക്കെ പഠിക്കുന്നവർക്കറിയാമല്ലേ, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, പക്ഷേ അവസരം നഷ്ടപ്പെടാതിരിക്കണമെന്ന് തീർച്ചയായിട്ടും പെട്ടെന്ന് പഠിക്കാം. ഇവിടെ ഈ സെൻറ്റൻസിൽ ഒരു തെറ്റുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഇംഗ്ലീഷ് എന്നെഴുതിയിരിക്കുന്ന ഈ എപ്പോഴും അപ്പർ കേസിൽ വേണം എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ തെറ്റാണ്. ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, അത് ഈ അപ്പർ കേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ടു മൂൺ നൈറ്റ്. ഓക്കെ, ടു മൂൺ നൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ജോലി കൂടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് ടു മൂൺ ലൈറ്റ് ടു ഏൺ ഇനഫ് ടു ഫീഡ് മൈ ഫാമിലി. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ജോലി കൂടി ചെയ്യണമെന്നാണ് തോന്നുന്നത്. എന്തിനു വേണ്ടി? പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫീഡ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ വളരെ സാധാരണമായിട്ട് 2 ജോലികൾ ചെയ്യാറുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ അവർ ഒരു ജോലി കൂടി ചെയ്യും. അപ്പോൾ നമ്മുടെ അവിടെ അത് അത്ര ഇതല്ല അല്ലേ. ഓക്കെ, മറ്റൊന്ന്, ഹി ഹാസ് ടു മൂൺ ലൈറ്റ് ബിക്കോസ് ഹി ഡസൻറ്റ് മേക്ക് ഇനഫ് മണി ഫോർ റെൻറ്റ്. ഓക്കെ, ഈ വിദേശ രാജ്യങ്ങളിലെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, അവിടെ ഏകദേശം നമ്മുടെ കിട്ടുന്ന സാലറിയുടെ ഒരു 40% നമുക്ക് റെൻറ്റിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ ഇവിടെ പറയുന്നതിനാണ് ഹി ഹാസ് ടു, നിർബന്ധമായിട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഹാസ് ടു ഒക്കെ നമ്മൾ പഠിച്ചാണ്. നിങ്ങൾ പിന്നെ ഇതുവരെ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമുള്ള ചാപ്റ്റർ നിങ്ങൾ കാണണം, എങ്കിലേ ഈ കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എന്താണ്, അവന് ഒരു ജോലി കൂടി ചെയ്യണം. കാരണം എന്താണ്, അവന് പിന്നെ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോലുള്ള പൈസ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് അവന് ഒരു ജോലി കൂടി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, മേക്കപ്പ് വൺസ് മൈൻഡ്. വൺസ് എന്നുള്ള ആര് വേണ്ടല്ലോ ആകാം, തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, വിൻസെൻറ്റ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു മാരി റീനു. ഓക്കെ, വിൻസെൻ്റ് എന്താണ്, തീരുമാനം എടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, മേക്കപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ് അപ്പ്. ഓക്കെ, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഓക്കെ, വൺസ് മൈൻഡ് ഞാൻ പറഞ്ഞു, ആരുടെ വേണ്ടല്ലോ ആകാം. ഇപ്പോഴേ ഹിസ് മൈൻഡ്, അവൻ തീരുമാനം എടുത്തു റീനുവിനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുത്തു എന്നാണ് പറഞ്ഞത്. സെലിൻ ഹാസ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു സ്റ്റഡി ഹാർഡ്. ഓക്കെ, എന്താ സെലിൻ ഡിസൈഡ് ചെയ്തു, എന്താണ്, തീരുമാനം എടുത്തു കുറച്ചും കൂടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ വേണ്ടി എന്നാണ് അർത്ഥം. മേക്ക് എൻഡ്സ് മീറ്റ്. ഓക്കെ, കടം കൂടാതെ തട്ടിമുട്ടിയും ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് മേക്ക് ദ എൻഡ്സ് മീറ്റ്. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയീസ് ക്യാൻ മേക്ക് എൻഡ്സ് മീറ്റ് ഓൺ ദ പെൻഷൻസ്. ഓക്കെ, എന്താണ്, ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ പെൻഷൻ കൊണ്ട് ജീവിക്കാനുള്ള പൈസ, അത്യാവശ്യം ചിലവ് കഴിയാനുള്ള പൈസയൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, മെനി സ്റ്റുഡൻസ് ഹാവ് എ ഡിഫിക്കൽട്ട് ടൈം ട്രൈങ് ടു മേക്ക് എൻഡ്സ് മീറ്റ്. അവർ സ്റ്റുഡൻസിനുള്ള ഒരു കാര്യമാണ്, എന്താണ്, അവർക്ക് കുറച്ച് പൈസ, അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു അല്ലേ. ഓക്കെ, മെനി സ്റ്റുഡൻസ് ഹാവ് എ ഡിഫിക്കൽട്ട് ടൈം ട്രൈങ് ടു മേക്ക് എൻഡ്സ് മീറ്റ്. മേക്ക് എ ബണ്ടിൽ അറിയാലോ, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ കൂട്ടിയുള്ളൂ അല്ലേ. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഇഡിയമാണല്ലേ. ഹിസ് ഫാദർ മെയ്ഡ് എ ബണ്ടിൽ ഓൺ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് വഴിയായിട്ട് അദ്ദേഹം ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ഹിസ് ഫാദർ മെയ്ഡ് എ ബണ്ടിൽ ഓൺ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ജോർജി മെയ്ഡ് എ ബണ്ടിൽ ഇൻ റിയൽ എസ്റ്റേറ്റ് ആൻഡ് റിട്ടയർഡ് അറ്റ് ഏജ് ഓഫ് 40. എന്താണ് പറഞ്ഞത്, ജോർജി ഒരുപാട് പൈസ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ അദ്ദേഹം 40ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയിരുന്നു. മേക്ക് എ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ ബിക്കം വെരി പോപ്പുലർ. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രശസ്തനാകുക എന്നുള്ളതാണ് മേക്ക് എ സ്പ്ലാഷ്.
Denim really made a splash in the 70s. ഓക്കെ, എന്താണ് ഈ ഡെനിം മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് വെച്ചുള്ള ജീൻസ് ഉണ്ട്, ഷർട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഡെനിംസ് ഭയങ്കര പോപ്പുലറായി 70s അല്ലേ, 1970 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുലിമുരുകൻ സാൻഡൽസ് റിയലി മെയ്ഡ് എ സ്പ്ലാഷ്. ഓക്കെ, ചുമ്മാ ഞാൻ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പുലിമുരുകൻ്റെ പ്രത്യേക ചെരുപ്പൊക്കെ ഉണ്ടല്ലേ, കുറച്ച് പേരൊക്കെ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ് പുലിമുരുകൻ സാൻഡൽസ് റിയലി മെയ്ഡ് എ സ്പ്ലാഷ്. ഓക്കെ, ഒരുപാട് ഭയങ്കര പ്രശസ്തമായി എന്നാണ് പറഞ്ഞത്. മേക്ക് എ പിഗ് ഓഫ് വൺ സെൽഫ്. ഓക്കെ, വൺ സെൽഫ് ആര് വേണമല്ലോ ആകാം. മൂക്ക് മുട്ട കഴിക്കുക എന്നുള്ളതാണ് അർത്ഥം. മേക്ക് എ പിഗ് ഓഫ് വൺ സെൽഫ്. എക്സാമ്പിൾ, രാഹുൽ മെയ്ഡ് എ പിഗ് ഓഫ് ഹിംസെൽഫ് അറ്റ് ഡിന്നർ. ഓക്കെ, എന്താണ് ഡിന്നറിന് അവന് ഒരുപാട് ഭക്ഷണം മൂക്ക് മുട്ട കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ് എ പിഗ് ഓഫ് ഹിംസെൽഫ്. വി മെയ്ഡ് എ പിഗ് ഓഫ് ourselves at the buffet table last night. ഓക്കെ, എന്താണ് ഞങ്ങൾ ഒരു ബൊഫെ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബൊഫെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാമല്ലേ, അവിടെ എല്ലാം ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ അല്ലേ. നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ബൊഫെ ഉണ്ട്. അപ്പോൾ ബൊഫെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി അങ്ങ് പോയി കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഓർത്ത് കഴിക്കും അല്ലേ. അതാണ് പറയുന്നത് വി മെയ്ഡ് എ പിഗ് ഓഫ് ourselves at the buffet table last night. ഓക്കെ, ഇവിടെ ബൊഫെ എന്നുള്ളത് സ്പെല്ലിംഗ് നോക്കുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ബൊഫറ്റ് എന്നല്ല പറഞ്ഞ ബൊഫെ. മേക്ക് ടൈം ഫോർ എന്ന് പറഞ്ഞാൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഉദാഹരണം, മൈ ഫാദർ ഈസ് എ ബിസി പേഴ്സൺ ബട്ട് ഹി ഓൾവേസ് മേക്സ് ടൈം ഫോർ അസ്. എന്താണ്, അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. മൈ ഫാദർ ഈസ് എ ബിസി പേഴ്സൺ ബട്ട് ഹി ഓൾവേസ് മേക്സ് ടൈം ഫോർ അസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഫാദർ ആയതുകൊണ്ടാണ് മേക്സ് വന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, അത് നമ്മൾ പഠിച്ചാണല്ലേ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. യു നീഡ് ടു മേക്ക് ടൈം ഫോർ റെഗുലർ എക്സസൈസ്. ഓക്കെ, യു നീഡ് ടു മേക്ക് ടൈം ഫോർ റെഗുലർ എക്സസൈസ്. നീ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സസൈസിന് വേണ്ടി നീ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മേക്ക് എ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹർ ഫാദർ മെയ്ഡ് എ ഫോർച്യൂൺ ത്രൂ ഹാർഡ് വർക്ക്. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ അവളുടെ പിതാവ് ഹാർഡ് വർക്ക് കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി. ഹർ ഫാദർ മെയ്ഡ് എ ഫോർച്യൂൺ ത്രൂ ഹാർഡ് വർക്ക്. ഓക്കെ, ഹാർഡ് വർക്ക് കൊണ്ട്. ഓക്കെ, ദ യങ് മാൻ മെയ്ഡ് എ ഫോർച്യൂൺ ഇൻ ദ റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, അതാ ചെറുപ്പക്കാരൻ ഒരുപാട് പൈസ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കി. മേക്ക് സമ്മൺ ബ്ലൂ വിഷമിപ്പിക്കുക, സങ്കടപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ഹി മെയ്ഡ് ഹിസ് ഫ്രണ്ട്സ് ബ്ലൂ യെസ്റ്റർഡേ ആസ് ഹി ഡിഡ്ന്റ് ഗോ ടു ദ മൂവി വിത്ത് ദം. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ ആകെ വിഷമിപ്പിച്ചു. കാരണം എന്താണ്, അവൻ അവരുടെ കൂടെ സിനിമയ്ക്ക് പോയില്ല. ഓക്കെ, ഹി മെയ്ഡ് ഹിസ് ഫ്രണ്ട്സ് ബ്ലൂ യെസ്റ്റർഡേ ആസ് ഹി ഡിഡ്ന്റ് ഗോ ടു മൂവി വിത്ത് ദം. ഓക്കെ, ഇവിടെ യെസ്റ്റർഡേക്ക് പകരം ലാസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.